ഐഫോൺ 17 Pro നല്ല കോസ്മിക് ഓറഞ്ച് ഞാനിത് തിരിച്ച് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. പണിക്കർ സാറേ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഈ വർഷം അലൂമിനിയം പാത്രം വെച്ചിട്ടാണ് അലൂമിനിയം, അതായത് പണ്ട് ഐഫോൺ അലൂമിനിയത്തിലാണ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം സ്റ്റെയിൻലെസ് സ്റ്റീൽ മുട്ട ലുക്കായിരുന്നു കേട്ടോ. ആ ലുക്കിൽ നിന്ന് അവര് ടൈറ്റാനിയം പിടിച്ചു. ടൈറ്റാനിയം ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് കോൺട്രി ആണെന്നൊക്കെ പറഞ്ഞ് വൺ സീൻ. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവം. അലൂമിനിയത്തില് ആനോഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഇതുപോലത്തെ ഓറഞ്ച്, ബ്ലൂ, അതേപോലത്തെ കളേഴ്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ഈ വർഷം ഇത് ഇറക്കിയതെന്നാണ് പറയുന്നത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ട്വിറ്ററിലൊക്കെ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഈ സാധനം വിത്ത് കേസ് തറയിട്ടാലും ചളുങ്ങാനും ഇവിടുത്തെ കളർ പോകാനുമുള്ള കാര്യം കൂടുതലാണ്. ഇത് വീണേന് കയ്യും കണക്കുമില്ല. ഇതുവരെ ഈ ഫോണിന് ഒരു വിഷയവും വന്നിട്ടില്ല. ഇവിടെ ആ പരിപാടി നടക്കൂല. കൊണ്ടൊന്നും പറയണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. ഈ പറയുന്ന പ്രോസസ്സ് ഈ ഷാർപ്പ് എഡ്ജസിലൊന്നും നിൽക്കൂല. അപ്പം നിങ്ങളുടെ വല്ല കോയിനോ അല്ലെങ്കിൽ കീയോ ഒക്കെ ഇവിടെ വന്ന് തട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് കളർ ഇളവാനുള്ള സാധ്യത കൂടുതലാണ്. ബാറ്ററി വേറൊരു കൺസേൺ ആണ്. 5G ഇട്ടിട്ട് നിങ്ങൾ വ്ളോഗ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിൻ ഉണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ആൻഡ്രോയിഡിലും അതുകൊണ്ട്. സോറി, ഞാൻ ആൻഡ്രോയിഡ് യൂസറാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒന്നും വെച്ച് ഇതിനൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഐഫോണിൻ്റെ ഫോട്ടോ ഇഷ്ടം. എനിക്ക് ഇപ്പോഴും എനിക്ക് OnePlus എടുക്കുന്ന ഫോട്ടോയും എനിക്ക് മറ്റേ വിവോയിൽ എടുക്കുന്ന ഫോട്ടോ ഒക്കെയാണ് ഇഷ്ടം. കളർ ലുക്സ് സ്റ്റണ്ണിങ് ആസ് ഹെൽ. സാധനം പൊളിയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ഫോൺ കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഈ കളർ പൊളിച്ച് എന്തിനാണെങ്കിലും. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു.